പൊങ്ങിക്കിടന്ന് ജലശയനം നടത്തുന്ന കോഴിക്കോട് സ്വദേശി കുട്ടപ്പൻ ചേട്ടൻ്റെയും ശാരീരിക വൈകല്യം ബാധിച്ച വെമ്പായം സ്വദേശി സുരേഷ് കുമാർ എന്ന യുവാവിൻ്റെയും ആകാശവാണിക്ക് സ്ഥിരമായി കത്തയച്ച് പ്രശസ്തനായ വയനാട് സ്വദേശി ഹൈദരലിയുടെയും ശാരീരിക വൈകല്യം ബാധിച്ച സുരേഷ് എന്ന യുവാവിൻ്റെയും വലിയ മൃഗസ്നേഹിയായ എറണാകുളം സ്വദേശി ബാബുവിൻ്റെയും വിശേഷങ്ങളുമായി കെലഡോസ്കോപ്പ് ഇവിടെ യാത്ര ആരംഭിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും കെലഡോസ്കോപ്പിലേക്ക് സ്വാഗതം. ഒറ്റക്കാലിൽ വർഷങ്ങളായി തപസ് ചെയ്ത ചില സന്യാസിമാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മണ്ണിനടിയിൽ വായു കൂടാതെ കഴിച്ചുകൂട്ടിയ ചില ഹഠയോഗികളെയും നമുക്കറിയാം. അത്രയുമൊന്നുമില്ലെങ്കിലും യോഗാഭ്യാസിയായ കുട്ടപ്പൻ ചേട്ടൻ്റെ കയ്യിലും അല്ലറ ചില്ലറ നമ്പറുകളൊക്കെ ഉണ്ട്. യോഗാഭ്യാസിയായ കുട്ടപ്പൻ ചേട്ടൻ വെള്ളത്തിൽ ദീർഘനേരം പൊങ്ങിക്കിടക്കും. കുട്ടപ്പൻ ചേട്ടൻ്റെ ജലശയനത്തിൻ്റെ കാഴ്ചകൾ കാണാം കെലഡോസ്കോപ്പിൽ ആദ്യം. താടി നീട്ടി വളർത്തി ജലശയനം എന്നെഴുതിയ സഞ്ചിയൊക്കെ തൂക്കിപ്പിടിച്ച് ഊന്നുവടിയുമായി നടക്കുന്ന കുട്ടപ്പൻ നായർ പെരുവണ്ണാമൂഴിക്കാരുടെ പ്രിയപ്പെട്ട കുട്ടപ്പൻ ചേട്ടനാണ്. കാരണം രണ്ടുണ്ട്. അതിലൊന്ന്, പെരുവണ്ണാമൂഴി ഡാമിനോട് ചേർന്നുള്ള കടവിലെ ജലത്തിൽ ഇദ്ദേഹം പൊങ്ങിക്കിടക്കുന്ന അസാധാരണ കാഴ്ച ഇവിടുത്തെ സാധാരണ കാഴ്ചകളിലൊന്നാണ്. മറ്റൊന്ന്, യാതൊരു പ്രതിഫലവും കൂടാതെ ഡാമിന് സമീപമുള്ള പാർക്കിലെ ചപ്പുചവറുകൾ ഇദ്ദേഹം അടിച്ചുവാരി വൃത്തിയാക്കുന്നതും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. 86-ാം വയസ്സിലും ഈ അസാധാരണ ജലശയനം തന്നെയാണ് കുട്ടപ്പൻ ചേട്ടന്റെ തൊഴിൽ എന്ന് പറയാം. ഡാമിന് സമീപമുള്ള കടവിലെ വെള്ളത്തിൽ ഇദ്ദേഹം മണിക്കൂറുകളോളം പൊങ്ങിക്കിടക്കും. കൈകൾ മുൻവശത്ത് കെട്ടിവെച്ചും തലയ്ക്ക് പിറകെ വെച്ചുമൊക്കെ ഏതു രീതിയിലും അനായാസം ഈ ജലശയനം നടത്താൻ കുട്ടപ്പൻ ചേട്ടനാകും. കുട്ടപ്പൻ ചേട്ടന്റെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ജലശയനം കാണാൻ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ എത്താറുണ്ട്. 30 വർഷത്തോളമായി ഇദ്ദേഹം ഈ ജലശയനം തുടങ്ങിയിട്ട്. എന്നാൽ പെരുവണ്ണാമൂഴിയിൽ ഇത് തുടങ്ങിയിട്ട് 12 വർഷമേ ആയിട്ടുള്ളൂ. ആദ്യം അധികൃതരുടെ മൗനാനുവാദത്തോടെ പെരുവണ്ണാമൂഴി ഡാമിലായിരുന്നു ഈ അഭ്യാസ പ്രകടനം. പിന്നീടത് കടവിലേക്ക് മാറ്റി. പെരുവണ്ണാമൂഴി ഡാമിൽ വന്നിട്ട് 12 വർഷം. അതിന് പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി, 30 വർഷമായി വെള്ളത്തിൽ കിടക്കുന്ന പരിപാടി തുടങ്ങിയിട്ട്. അതിന് പല സ്ഥലങ്ങളിൽ പോയി അവതരിപ്പിക്കുകയായിരുന്നു. നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്ത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 വർഷത്തെ കഠിന സബരിയാണ് പിന്നീട് കുട്ടപ്പൻ ചേട്ടന്റെ ജീവിതമാർഗമായത്. ഹഠയോഗയൊക്കെ അറിയാവുന്ന കുട്ടപ്പൻ ചേട്ടൻ ഇങ്ങനെ ജലശയനം നടത്തുന്നത് പ്രാണായാമം ചെയ്തുകൊണ്ടാണ്. ശ്വാസം പിടിച്ചു നിർത്തി ശരീരം ജലത്തിൽ തുലനം ചെയ്തു നിർത്തുന്നു. ഇതാണ് ജലശയനത്തിന്റെ രഹസ്യം. ശ്വാസ നിയന്ത്രണം യോഗാഭ്യാസത്തിലെ പ്രാണായാമം എന്ന് പറയും. അത് വെള്ളത്തിൽ കിടന്നിട്ട് കുറേശ്ശെ ശീലിക്കുകയാണ്. ഫുള്ളായിട്ട് ശ്വാസം പിടിച്ച് നിർത്തിക്കൊണ്ട്, അപ്പം ശ്വാസം പിടിച്ച് നിർത്തുമ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ പൊങ്ങിക്കിടും. ശ്വാസം വിടുമ്പോൾ അങ്ങാളും. അപ്പോൾ കൈയും കൊണ്ട് കാലും കൊണ്ടൊക്കെ പഴയുക. അങ്ങനെ ദിവസം കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ വർഷങ്ങളുടെ തപസ് കൊണ്ടാണ് കുറേശ്ശെ 6 വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇപ്പം കിടക്കുന്ന ലെവലിലെത്തിയത്. വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഹരമുള്ള കാഴ്ചയാണ് കുട്ടപ്പൻ ചേട്ടന്റെ വെള്ളത്തിൽ പൊങ്ങിയുള്ള കിടപ്പ്. ഇങ്ങനെ ജലശയനം നടത്തി കിട്ടുന്ന കാശാണ് ഇദ്ദേഹത്തിന്റെ വരുമാന മാർഗം. ഇങ്ങനെ കിട്ടിയ കാശുകൊണ്ട് ഒരു മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അതിശയിപ്പിക്കുന്ന ഈ തൊഴിൽ ചെയ്ത് 500 രൂപ വരെ ദിവസേന സമ്പാദിക്കാറുണ്ട് കുട്ടപ്പൻ ചേട്ടൻ. വെളിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വലിയ ഹരവാ. അപ്പോൾ അവരെല്ലാം വന്ന് കണ്ട് നല്ല ഒരു പൈസയും തരും. അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. അയാമല്ല 500 രൂപ വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. 100 രൂപ കിട്ടാത്ത ദിവസം ഉണ്ടാവും. ആൾക്കാർ വരുന്നത് പോലെയാണ്. വെളിയിൽ നിന്നൊക്കെ സാഹിബന്മാരൊക്കെ വരാറുണ്ട്. അവരൊക്കെ ഒന്ന് നല്ല പൈസ തരും. ജലശയനം മാത്രമല്ല കുട്ടപ്പൻ ചേട്ടന്റെ കർമ്മമേഖല. ഡാമിന് സമീപമുള്ള പാർക്കിലെ ചപ്പുചവറുകൾ അടിച്ചുവാരി വൃത്തിയാക്കാനും കുട്ടപ്പൻ ചേട്ടന് മടിയില്ല. ഇത്തരം സേവന കാര്യങ്ങളിൽ ഗാന്ധിജിയാണ് ഇദ്ദേഹത്തിന്റെ പ്രചോദനം. പണ്ടൊക്കെ ഈ സേവന മനസ്ഥിതി കണ്ടറിഞ്ഞ് അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ ചിലർ ചില്ലറ കാശൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അത്തരം മനസ്ഥിതിയുള്ളവർ കുറവാണ്. അവിടെ മുഴുവൻ ചപ്പുചവറുകൾ നിറഞ്ഞിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ആരും ചെയ്യുന്നില്ല. അവരുടെ ജോലിക്കാരും ചെയ്യുന്നില്ല. അവർ ശമ്പളക്കാരെ നിർത്തുന്നുമില്ല. ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ഇങ്ങനെ ഇവിടെ വന്നിരിക്കില്ലേ.
അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, ഒരു ചൂലുമെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചൊരു പടന്നയെല്ലാം വാങ്ങിച്ച് ഈ പുല്ലെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞ് ചൂല് വെച്ച് എന്നും അടിച്ച് വാരി വൃത്തിയാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചില നല്ല മനുഷ്യരൊക്കെ പൈസ തരുമായിരുന്നു. അങ്ങനെ ചായക്കും ചോറിനൊക്കെയുള്ള പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരൊക്കെ സ്ഥലം മാറിപ്പോയി. പിന്നെ വന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറക്കുക. ഞാൻ ചോദിക്കുകയില്ല, ആരോടും ചോദിക്കുന്ന പരിപാടിയില്ല. ചില മനസ്സറിഞ്ഞ് ആരെങ്കിലും തന്നൊരു വാങ്ങുന്നത് മാത്രം. 53 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും പെരുവണ്ണാമൂഴിയിലേക്ക് കുടിയേറിയതാണ് കുട്ടപ്പൻ ചേട്ടനും കുടുംബവും. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് നൽകിയ 4 സെന്റ് ഭൂമിയിലാണ് ഇന്ന് ഇദ്ദേഹം താമസിക്കുന്നത്. പണ്ട് നിരവധി സ്ഥലങ്ങളിൽ ജലശയനം നടത്താൻ പോകുമായിരുന്നെങ്കിലും 10 വർഷത്തിനു മുമ്പുണ്ടായ അപകടത്തെ തുടർന്ന് ജലശയനം പെരുവണ്ണാമൂഴിയിലേക്ക് മാത്രമായി ചുരുങ്ങി. എന്തായാലും ഈ 86-ാം വയസ്സിലും യോഗയും ജലശയനവും പ്രതിഫലമിച്ഛിക്കാതെയുള്ള സേവനവുമാണ് കുട്ടപ്പൻ ചേട്ടന്റെ ആരോഗ്യരഹസ്യം. അമിതമായ ശാരീരിക വളർച്ച മൂലം കഷ്ടപ്പെടുകയാണ് തിരുവനന്തപുരം വെമ്പായം സ്വദേശി സുരേഷ് കുമാർ. ഈ രോഗം മൂലം ഇദ്ദേഹത്തിന് അധിക ദൂരം നടക്കാനോ കട്ടിലിൽ കിടക്കാനോ കഴിയുന്നില്ല. രോഗവും ദാരിദ്ര്യവും മൂലം നന്നേ പാടുപെടുകയാണ് സുരേഷും വൃദ്ധപിതാവും. ഇത് തിരുവനന്തപുരം വെമ്പായം സ്വദേശി സുരേഷ് കുമാർ. വയസ്സ് 39, ഭാരം 152 കിലോഗ്രാം, ഉയരം 7 അടി. 13 വയസ്സുവരെ ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. 13 വയസ്സ് കഴിഞ്ഞതോടെ സ്വന്തം ശരീരം ഇദ്ദേഹത്തിനൊരു ഭാരമായി മാറി. അനിയന്ത്രിത ശാരീരിക വളർച്ചയാണ് സുരേഷിന്റെ പ്രശ്നം. അമിതമായി വണ്ണവും നീളവും വെക്കുക എന്ന അപൂർവ രോഗത്തിനടിമയാണ് സുരേഷ്. രോഗത്തിനൊപ്പം ദാരിദ്ര്യവും കൂടിയായപ്പോൾ ജീവിക്കാനുള്ള എല്ലാ വാതിലും അടഞ്ഞു. 152 കിലോ ഭാരമുള്ള ശരീരത്തെ സുരേഷിന്റെ കാലുകൾക്ക് താങ്ങാനാകുന്നില്ല. ഭാരം താങ്ങാനാകാതെ കാലുകൾ വളഞ്ഞു പോകുന്നതിനാൽ ഊന്നുവടിയിലാണ് നടപ്പ്. എന്നാൽ ഊന്നുവടിയിലൂന്നിയ ഈ നടപ്പിന് വീട്ടുമുറ്റത്തെ കൊച്ചു ദൂരത്തിനപ്പുറം കടക്കാനുമാകുന്നില്ല. ഒരിക്കലോ മറ്റോ ക്ഷേത്രത്തിൽ പോയപ്പോൾ മറിഞ്ഞു വീണ് നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും ചെയ്തു. വാഹനങ്ങളിലെ യാത്ര അസാധ്യം. സ്വയം കുളിക്കാനും കട്ടിലിൽ കിടക്കാനുമൊക്കെ ഉയരക്കൂടുതൽ കാരണം കഴിയുന്നില്ല. അപ്പോൾ ശാരീരികമായിട്ട് വൈകല്യം, കാലിൻ്റെ ഈ ശരീരം താങ്ങാതായപ്പോൾ കാലെല്ലാം തിരിഞ്ഞ് അങ്ങനെ അതൊരു വലിയ ബുദ്ധിമുട്ട്. ഈ ക്ഷേത്രത്തിൽ ചില പോവും അടുത്ത്, അങ്ങനെ പതുക്കെ നടന്നു പോയ സമയത്ത് ഇങ്ങനെ തെന്നി വീണ് നട്ടെല്ലിനും കാലും മുട്ടിയൊക്കെ നല്ല ഗുരുതരമായിട്ട് പരിക്കേറ്റി. സ്വാതന്ത്ര്യ സമര സേനാനിയായ അച്ഛൻ ശ്രീധരൻ പിള്ളയ്ക്ക് മകന്റെ അവസ്ഥയിൽ ഒന്നും ചെയ്യാനാകുന്നില്ല. വിശ്രമിച്ച് വീട്ടിലിരിക്കേണ്ട ഈ വാർദ്ധക്യത്തിലും മകനെ സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് ഒരിക്കൽ നാടിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ ഈ സമരസേനാനി. ഇരുവരും താമസിക്കുന്ന ഈ ചെറിയ വീട് പോലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. വീട് നന്നാക്കാനും വികലാംഗർക്കുള്ള സ്കൂട്ടറിനുമൊക്കെ MLA വഴി നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും എന്നു നടക്കുമെന്നറിയില്ല. അങ്ങനെ അപേക്ഷ കൊടുത്തതിനൊക്കെ ഒന്നും വഴി രക്ഷയില്ല. പല സ്വാതന്ത്ര്യ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ശ്രീധരൻ പിള്ളയ്ക്ക് ഇന്നുവരെ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ ലഭിച്ചിട്ടില്ല. കൂടെയുള്ള മറ്റു പലർക്കും അത് കിട്ടിയപ്പോൾ ആ പ്രതീക്ഷയും ഇരുവർക്കും അന്യമാവുകയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 65 വർഷത്തോളം ആകുന്നുണ്ട്. എന്നിട്ട് ഞാൻ എഴുതി കൊടുത്തതായ സമരത്തിനുള്ളതായ ഞാൻ പല സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതായ പല സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി ഒടുവിൽ പറഞ്ഞ് താമരപത്രമുള്ള ഒരാളിൻ്റെ വേണമെന്ന് പറഞ്ഞു. അതും ഒപ്പിച്ചു കൊടുത്തു. ഇന്ന് ഇത്ര വിഷമായിട്ട് കഴിയണ എനിക്ക് കിട്ടിയില്ല. എൻ്റെ കൂടെയുള്ള രാഘവൻപിള്ള സാറിനും മാധവനും ഇവർക്കെല്ലാം കിട്ടി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സുരേഷിന് ഈ രോഗം പിടിപെട്ടത്. അതിന് 3 വർഷം മുമ്പേ അമ്മ രാധ മരിച്ചു. മരണശയ്യയിൽ കിടന്ന ഭാര്യയെയും മകൻ സുരേഷിനെയും ശ്രീധരൻ പിള്ള ചികിത്സിപ്പിച്ചത് വസ്തുവിറ്റാണ്. ബ്രെയിൻ ട്യൂമറാണ് മരിച്ചത്. മരിച്ചിട്ട് പൈസ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 10 സെൻറ്റ് ഇവിടുന്ന് എഴുതി കൊടുത്ത് അന്വേഷിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് യമന് വയ്യാതെയായി. അപ്പോഴും 10 സെൻറ്റ് എഴുതി കൊടുത്ത് അത് അന്വേഷിച്ച് പിന്നീട് ബാങ്ക്
ജപ്തി ചെയ്യുകയെന്ന് അവർ വന്നപ്പോൾ അതിൽ നിന്നും 10 സെൻറ്റ് എഴുതി കൊടുത്ത് അത് കടം തീർത്ത്. പഠിത്തത്തിൽ മിടുക്കനായിരുന്ന സുരേഷിന് രോഗം പിടിപെട്ടതോടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചികിത്സിച്ചെങ്കിലും അന്ന് ഇന്നത്തേതുപോലുള്ള അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ രോഗം എന്താണെന്ന് പോലും കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അമ്മയുടെ മരണത്തോടെ മാനസികമായി തളർന്ന അച്ഛന് കടുത്ത ദാരിദ്ര്യത്തിനിടയിലും കൂലിപ്പണി ചെയ്ത് മകനെ ചികിത്സിപ്പിക്കുക ദുഷ്കരമായിരുന്നു. ഒരു തലവേദനയാണ് ആരംഭമായിട്ട് വന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിലെ കൊണ്ടുപോയി കുറേ ടെസ്റ്റ് ഇതൊക്കെ നടത്തിയെങ്കിലും പക്ഷേ അവർ യഥാർത്ഥമായ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നല്ലവരായ അയൽക്കാരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് സുരേഷും അച്ഛനും കഴിയുന്നത്. വികലാംഗർക്കുള്ള തിരിച്ചറിയൽ കാർഡ് നൽകി എന്നത് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ആകെ സഹായം. വികലാംഗ പെൻഷനോ മറ്റോ നൽകി സർക്കാർ എന്തെങ്കിലും തരത്തിൽ സഹായിച്ചിരുന്നെങ്കിലെന്നാണ് ഈ കുടുംബം ആശിക്കുന്നത്. കുറഞ്ഞപക്ഷം സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷനെങ്കിലും ശ്രീധരൻപിള്ളയ്ക്ക് നൽകി ഈ മുതിർന്ന പൗരനോടുള്ള കടമ സർക്കാർ നിറവേറ്റിയിരുന്നെങ്കിൽ സുരേഷിനെ ചികിത്സിക്കാനായില്ലെങ്കിലും പട്ടിണി കൂടാതെ ഇരുവർക്കും കഴിയാമായിരുന്നു. തന്റെ മരണശേഷം മകനെ ആരു നോക്കും എന്ന വേദനയിലാണ് 85 വയസ്സുള്ള ഈ വൃദ്ധപിതാവ്. മൃഗസ്നേഹിയായ ഒരു മനുഷ്യനെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. എറണാകുളം പുല്ലേപ്പടി സ്വദേശി ബാബു വലിയ മൃഗസ്നേഹിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം അണ്ണാനെയും ഉപ്പനെയും നായയും ഒക്കെ വീട്ടിൽ വളർത്തുന്നത്. ഇദ്ദേഹം ഇങ്ങനെ വളർത്തുന്ന ഈ ഓമനമൃഗങ്ങളെല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് കഴിയുന്നത്. ആ കാഴ്ചയാണ് ഇനി കലഡോസ്കോപ്പിൽ. എറണാകുളം പുല്ലേപ്പടി സ്വദേശി ബാബു നല്ലൊരു മൃഗസ്നേഹിയാണ്. മൃഗങ്ങളോടുള്ള ഈ ഇഷ്ടം കൊണ്ടാണ് ഇദ്ദേഹം നായയെയും അണ്ണാനെയും ഉപ്പനെയും ഒക്കെ വീട്ടിൽ വളർത്തുന്നത്. നിഫ്ബാറ്റിലെ ജീവനക്കാരനാണ് ബാബു. ഈ സ്ഥാപനത്തിന്റെ തന്നെ ക്വാർട്ടേഴ്സിലാണ് കുടുംബവുമൊത്ത് ബാബു താമസിക്കുന്നതും. ഈ കുടുംബത്തോടൊപ്പം വളരെ ഇണങ്ങിയാണ് പട്ടിയും അണ്ണാനും ഉപ്പനുമൊക്കെ ജീവിക്കുന്നത്. മാത്രമല്ല, ഈ മൃഗങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നതും. പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള ഇദ്ദേഹത്തിന്റെ ഇഷ്ടം. മനുഷ്യരെക്കാൾ ഉണ്ടചോറിന് ഉചിതം കാണിക്കുന്നത് മൃഗങ്ങളാണെന്ന് ബാബു പറയുന്നു. അതുതന്നെയാണ് ഇവയെ വളർത്താനുള്ള പ്രചോദനവും. ഒരു 12 വയസ്സിൽ മുതലാണ് എനിക്ക് തുടങ്ങിയത്. മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ തിന്നു തീരുന്നേക്ക് മുമ്പ് കൈക്കിട്ട് കടിക്കും. മൃഗങ്ങളാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദ്രവമുള്ളൂ. പക്ഷേ മൃഗങ്ങൾ ഒരിക്കലും വൈരാഗ്യം വെച്ച് പെരുമാറില്ല. മനുഷ്യനെ എത്ര കിട്ടിക്കഴിഞ്ഞാലും ഒരു ദിവസം കിട്ടില്ലെങ്കിൽ നമ്മളോട് പകയും വൈരാഗ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മൃഗങ്ങളോടും പക്ഷികളോടും സ്നേഹിക്കാന്നുള്ള ഇത് എനിക്ക് തുടങ്ങിയത്. ഇവിടെയുള്ള പട്ടിയെ കുറച്ച് മൃഗവിരോധികൾ ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ബാബു അഭയം കൊടുത്തതാണ്. അതിന്റെ പേരിൽ ക്വാർട്ടേഴ്സ് വിട്ടുപോകേണ്ടി വരും എന്ന അവസ്ഥയുണ്ടായപ്പോൾ മറ്റൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറാനും ബാബു തയ്യാറായി. മൃഗവിരോധികൾ ഇതിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് എൻ്റെ ബൈക്കിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ജീവൻ വേണമെന്നുള്ള രീതിയിൽ വന്ന് കിടന്ന് അങ്ങനെ തന്നെ ഞാൻ വാതിൽ തുറന്ന് അകത്തോട്ട് കയറ്റി അതിനെ രക്ഷപ്പെടുത്തി. പിന്നീട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പട്ടി മുഖാന്തരം ഞാനിവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ പട്ടി ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിപ്പിക്കുമെന്നുള്ള ഒരു കിംവദന്തി വരുന്നപ്പോൾ ഞാൻ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടിയാണ് ഇത്ര നാളും ജീവിച്ചത്. വീടിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പട്ടി ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പട്ടി നമ്മളും കൂടി ഇറങ്ങാമെന്നുള്ള ചിന്താഗതിയിൽ ഞാനും വൈഫും കൂടി ആലോചിച്ച് ഉള്ള സ്ഥലത്ത് ചെറായിൽ ഒരു പെര നമുക്ക് കയറ്റാം, എന്നിട്ട് പട്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ പെരയുടെ ഒരു ചിന്താഗതി എനിക്ക് വന്നതും ഒരു പെര കയറ്റാൻ സാധിച്ചതും. കൂട് നഷ്ടപ്പെട്ട ഉപ്പനെ കാക്കകൾ ചേർന്ന് ആക്രമിച്ചപ്പോഴാണ് ഇദ്ദേഹം ഉപ്പനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. ഉപ്പൻ്റെ കൂട് താഴ്ത്തു വീണിട്ട് അതിനായിട്ട് കാക്ക കൊത്തി കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ വേഗം ഞാൻ ചെന്ന് ഓടിച്ചെന്ന് രണ്ടെണ്ണത്തിനും എടുത്ത് രക്ഷപ്പെടുത്തിയാണത്. വീട്ടിൽ വളർത്തുന്നില്ലെങ്കിലും ബാബുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി കാക്കയാണ്. മനുഷ്യന് ഇത്ര ഉപകാരമുള്ള മറ്റൊരു പക്ഷിയില്ലെന്നും ബാബു പറയുന്നു. ഏറ്റവും വെറുക്കപ്പെട്ട കാക്കകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ ആളുകൾ ഒരു കാക്കനെ കാണുമ്പോഴേക്കും കല്ലെടുത്തെറിയും.
ഇപ്പോൾ കാക്കകളുടെ വംശനാശം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. കാക്കനെ കാണുമ്പോൾ കല്ലെടുത്തെറിയുകയും ബലിച്ചോറ് വെച്ചിട്ട് കൈയടിച്ച് വിളിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. പക്ഷേ കാക്ക നമ്മുടെ പരിസരം സൂക്ഷിക്കണം, വൃത്തിയാക്കണം, അഴുക്കുകൾ കൊത്തിക്കളണം ഒരു പക്ഷിയാണ്. അത് വരുമ്പോഴേക്കും ആളുകൾ പറപ്പിക്കുകയാണ്. നിഫാഡ് ഡയറക്ടറുടെ സഹായത്തോടെ MLA ഫണ്ടിൽ നിന്നും കിട്ടിയ രൂപ കൊണ്ട് വനവൽക്കരണത്തിനായി ക്വാർട്ടേഴ്സിന് സമീപം നല്ലൊരു തോട്ടം വെച്ചുപിടിപ്പിക്കാനും കഴിഞ്ഞു ബാബുവിന്. ആകാശവാണിക്ക് കത്തയച്ച് പ്രശസ്തനായ ഒരാളിനെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. ആകാശവാണിക്ക് സ്ഥിരമായി കത്തയച്ച് പ്രശസ്തനായ സ്ഥിരം ശ്രോതാവാണ് ഹൈദരലി. കത്തെഴുത്തിൻ്റെ കാലമൊക്കെ മാറി സെൽഫോണിൻ്റെയും SMS-ൻ്റെയും ഇമെയിലിൻ്റെയും വീഡിയോ ചാറ്റിൻ്റെയും കാലമൊക്കെ ആയെങ്കിലും കാലഹരണപ്പെട്ടെന്ന് പറയുന്ന ഈ ശീലം മാറ്റാൻ ഹൈദരലി തയ്യാറല്ല. സുഹൃത്തുക്കളുമായി ഇദ്ദേഹം സംവേദിക്കുന്നതും ഈ കത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ സമയം 3:15:12 438.6 മീറ്ററിലെ രണ്ടാമത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടിക്കാർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ പരിചിതമാണ് കുന്നമംഗലം വയൽ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ പേര്. ആകാശവാണി ശ്രോതാക്കൾക്കിടയിലാണ് ഈ പേരിന് ഇത്ര പ്രചാരം ലഭിച്ചത്. ആകാശവാണിക്ക് കത്തയക്കുന്ന ഹൈദരലിയുടെ പേരിനൊപ്പമാണ് ഈ നാടും പ്രശസ്തമായത്. ഹൈദരലി ആകാശവാണിക്ക് സ്ഥിരമായി കത്തയക്കും. ആകാശവാണിയിൽ ശ്രോതാക്കളുടെ പ്രതികരണങ്ങളടങ്ങിയ കത്തുകൾ വായിക്കുമ്പോൾ അതിൽ ഹൈദരലിയുടെ കത്തുമുണ്ടാകും. അങ്ങനെ ഹൈദരലി കുന്നമംഗലം വയൽ എന്നെവിടെ കേട്ടാലും ഇത് ആകാശവാണിക്ക് കത്തയക്കുന്ന സ്ഥിരം ശ്രോതാവിന്റെ പേരാണെന്ന് ഏവർക്കും അറിയാം. അങ്ങനെ ഹൈദരലിക്കൊപ്പം കുന്നമംഗലം വയലും പ്രശസ്തമായി. സിനിമാ സംബന്ധിയായ ഒരു പരിപാടിയിലേക്കാണ് ഹൈദരലി ആദ്യമായി കത്തയക്കുന്നത്. റേഡിയോയിലൂടെ ഇദ്ദേഹത്തിന്റെ കത്ത് വായിച്ചു. ഹൈദരലിയുടെ കത്ത് ആദ്യമായി വായിച്ചു കേട്ടപ്പോൾ കുന്നമംഗലത്തുകാർ ഒന്നമ്പരന്നു, പിന്നെ സന്തോഷിച്ചു. എന്തായാലും 16 വർഷമായി ഇദ്ദേഹം ആകാശവാണിക്ക് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. കൃഷിയാകട്ടെ, സിനിമയാകട്ടെ, നാടകമാകട്ടെ ഹൈദരലി കത്തെഴുതും. മിക്കവയും ദിവസേന പരിഗണിക്കപ്പെടാറുമുണ്ട്. ഹൈദരലിയുടെ ഈ കത്തെഴുത്തുകൊണ്ട് ഏറ്റവും അധികം പ്രയോജനമുണ്ടായത് കുന്നമംഗലത്തുകാർക്കാണ്. വികസനമെത്താത്ത ഈ കൊച്ചു ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈദരലി അയച്ച കത്തുകൾ റേഡിയോയിലൂടെ വായിക്കുന്നത് കേട്ട് അധികാരികൾക്ക് കണ്ണു തുറക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കത്തെഴുതുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതിന്ന് ഒരു മാറ്റം വന്നത് ഈ റേഡിയോയിലൂടെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ എഴുതുന്ന ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാനും അതിനോടനുബന്ധിച്ച് തന്നെ ഈ നാട്ടിൽ വികസനം വരുന്ന കാര്യത്തിലും കുടുംബപരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ടൗണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ് കിട്ടു വന്നാൽ ആളുകളെ വിളിക്കാനും അവരെ സഹായം തേടാനൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഈ റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ട്. നാട്ടിലെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കാനും ആളുകളുമായി സൗഹൃദമുണ്ടാക്കാനുമാണ് ഇങ്ങനെ കത്തെഴുതുന്നതെന്ന് ഹൈദരലി പറയുന്നു. ഇന്ന് കേരളത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ഹൈദരലി അറിയുന്ന ഒരു മലയാളിയെങ്കിലും ഉണ്ടാകും. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം വരുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ നേടുന്നതിന് വേണ്ടിയിട്ടും അതുക്കപ്പുറം നമ്മുടെ ഈ കുഗ്രാമം എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് ആദ്യമായി എഴുതി തുടങ്ങിയത്. കത്തെഴുത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കൾ ഹൈദരലിക്കും കത്തയക്കാറുണ്ട്. ഇവരുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതും കത്തിടപാടിലൂടെ തന്നെ. AM റേഡിയോയുടെ കാലത്ത് തുടങ്ങിയ കത്തെഴുത്ത് FM റേഡിയോയുടെ കാലത്ത് എത്തി നിൽക്കുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദം FM ആണെന്ന നിലപാടിലാണ് ഹൈദരലി. കാരണം അത്രയും നല്ല ക്ലാരിറ്റിയോടുകൂടിയുള്ള പാട്ടുകളും പെട്ടെന്നുള്ള അറിയിപ്പുകളെല്ലാം പെട്ടെന്ന് വണ്ടിയിലാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അപ്പം ബ്ലോക്കുകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിവരം കിട്ടുന്നു. നമ്മളെ ജോലി നടക്കും, അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. 2000-ലധികം കത്തുകൾ ഹൈദരലി ആകാശവാണിക്ക് അയച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞുള്ള സമയത്താണ് ഈ കത്തെഴുത്ത്. കത്തെഴുത്തിന്റെ കാലം കാലഹരണപ്പെട്ടെന്ന് പറയുമ്പോഴും ഹൈദരലി എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഈ കത്തിനെ തന്നെയാണ്. മേപ്പാടി പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇൻലൻഡ് വാങ്ങുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണെന്നും ഹൈദരലി പറയുന്നു. കലഡോസ്കോപ്പിൻ
കലേഡോസ്കോപ്പിന്റെ ഈ ആഴ്ചയിലെ കാഴ്ചകൾ പൂർണ്ണമാകുന്നു. പുതുക്കാഴ്ചകളും പുതുവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമുക്ക് ചുറ്റും കാഴ്ചകൾ ചിതറിക്കിടക്കുകയാണ്. അങ്ങനെ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ കലേഡോസ്കോപ്പിനെ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കലേഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, ടുട്ടൂസ് ടവർ, പാടിവട്ടം, കൊച്ചിൻ. ഫോൺ നമ്പർ 9447498601. അധിക നേരമായി പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു.